കോട്ടയത്ത് CPIM വോട്ടുകൾ NDAയിലേക്ക് പോയെന്ന് തുറന്ന് സമ്മതിച്ച് മന്ത്രി VN വാസവൻ. BDJSന്റെ കടന്നുവരവ് വൈക്കത്തടക്കം തിരിച്ചടിയുണ്ടാക്കിയെന്നും VN വാസവൻ 24-നോട് പറഞ്ഞു. പരാജയത്തെക്കുറിച്ച് പരസ്യപ്രതികരണത്തിന് തയ്യാറാകാത്ത ജോസ് കെ മാണി വിഭാഗം രാജ്യസഭാ സീറ്റ് ആവശ്യം ശക്തമാക്കാൻ തീരുമാനിച്ചു. പോളിംഗ് ശതമാനം കുറഞ്ഞത് അനുകൂലമാകുമെന്ന് കണക്കുകൂട്ടിയ ഇടതുമുന്നണിയെ ഞെട്ടിച്ചുകൊണ്ടാണ് കോട്ടയത്ത് UDF മികച്ച വിജയം നേടിയത്. ഇതോടെ CPIMനെയും കേരള കോൺഗ്രസ് എമ്മിനെയും ലക്ഷ്യമിട്ട് UDF വോട്ട് ചോർച്ച രാഷ്ട്രീയ ആയുധമാക്കുകയും ചെയ്തു. CPIM വോട്ടുകൾ കൃത്യമായി ലഭിച്ചില്ലെന്ന് കേരള കോൺഗ്രസ് എമ്മിനും പരാതിയുണ്ട്. ഇതിന് പിന്നാലെ വോട്ട് ചോർച്ച ഉണ്ടായെന്ന് മന്ത്രി VN വാസവൻ 24-നോട് തുറന്നു പറഞ്ഞു. കോട്ടയത്ത് PDJSന്റെ സ്ഥാനാർത്ഥി വന്നു എന്നുള്ളതൊരു ഘടകമാണ്. അത് ചില പ്രദേശങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ വോട്ടിൽ നേരിയ അംശം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ഞങ്ങൾ കാണാതിരിക്കുന്നില്ല. അതേസമയത്ത് ഇവിടെ പൊതുവിൽ വന്നിട്ടുള്ളത് സംസ്ഥാനത്താകെ വന്ന മാറ്റങ്ങളുടെ ഭാഗം തന്നെയാണ്. അല്ലാതെ കോട്ടയത്ത് വിശേഷിച്ച് ഏതെങ്കിലും കാര്യങ്ങൾ അതിലൊന്നും ഉണ്ടായിട്ടുള്ളത്. വൈക്കമടക്കം LDF ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് കുറഞ്ഞു. ഇതെല്ലാം പാർട്ടി പരിശോധിക്കുമെന്നും VN വാസവൻ വ്യക്തമാക്കി. വൈക്കത്തോട്ട് പറഞ്ഞിട്ടുള്ളതും BDJSന്റെ ഒരു ഘടകമായിട്ടുണ്ട്. UDF നോട്ട് കുറഞ്ഞിട്ടുണ്ട്, LDF നോട്ട് കുറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് കുറഞ്ഞത് എന്താണെന്ന് ഞങ്ങൾ പരിശോധിക്കുമെന്ന് നമ്മുടെ പാർട്ടി സെക്രട്ടറി തന്നെ പറഞ്ഞു. അത് പരിശോധിച്ച പക്ഷേ ഞങ്ങൾ തിരുത്തും. CPI എതിർപ്പുന്നയിച്ചിട്ടുണ്ടെങ്കിലും സീറ്റ് വിട്ടുകൊടുക്കേണ്ടതില്ലെന്നാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ തീരുമാനം. തെരഞ്ഞെടുപ്പ് വിലയിരുത്താൻ ചേരുന്ന യോഗത്തിൽ രാജ്യസഭാ സീറ്റ് ആവശ്യം LDFൽ ശക്തമായി ഉന്നയിക്കാൻ തീരുമാനം എടുത്തേക്കും. ടോബി ജോൺസൺ, 24, കോട്ടയം.